അമ്മച്ചി അമ്മച്ചി അഞ്ജലി അനൂപിനെ സ്നേഹിച്ചല്ലോ. അനൂപ് അഞ്ജലിയെ സ്നേഹിച്ചു. ഇതറിയാതെ ഗീത അനൂപിനെ സ്നേഹിച്ചു. ഗീത അനൂപിനെ സ്നേഹിച്ചപ്പോൾ അനൂപ് അഞ്ജലിയാണ് സ്നേഹിച്ചത്. പക്ഷെ ആദ്യം അഞ്ജലിയാണെന്ന് പറഞ്ഞ അനൂപ് ഗീതയെ സ്നേഹിച്ചു. പിന്നെ അഞ്ജലിയാണെന്ന് അറിഞ്ഞ അനൂപ് അഞ്ജലിയെ സ്നേഹിച്ചു. അപ്പോൾ ഗീത അനൂപിന്റെ സ്നേഹം തന്നോടാണെന്ന് കരുതി അനൂപിനെ സ്നേഹിച്ചു. പക്ഷെ ഗീത അനൂപിനെ സ്നേഹിക്കുകയാണെന്ന് അറിയാതെ അഞ്ജലി അനൂപിനെ സ്നേഹിച്ചു. പിന്നെ ഗീത അഞ്ജലിയാണെന്ന് അനൂപ് സ്നേഹിക്കുന്ന അറിഞ്ഞപ്പോൾ ആ സ്നേഹത്തിന്റെ പേര് അവർ തമ്മിൽ ഉടക്കി. ഗീത അനൂപിനെ സ്നേഹിക്കുന്നത് അഞ്ജലിക്ക് അറിയില്ലായിരുന്നു എന്ന കാര്യം അഞ്ജലി ഗീതയോട് പറഞ്ഞു. പക്ഷെ ഗീത അനൂപിനെ സ്നേഹിച്ചതും അഞ്ജലി അനൂപിനെ സ്നേഹിച്ചതും അമ്മച്ചിക്ക് അറിയാമായിരുന്നു എന്ന കാര്യമാണ് എനിക്കറിയേണ്ടത്. ഒന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അവർക്കായി എനിക്കാ. അമ്മച്ചിക്ക് മനസ്സിലായില്ലെങ്കിലും തനിക്കെങ്കിലും ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അമ്മച്ചിക്ക് അറിയാവുന്ന കാര്യം എന്നോട് പറഞ്ഞാലേ എനിക്കറിയാവുന്ന കാര്യം അമ്മച്ചിക്ക് അറിയാവോ എന്ന് എനിക്കറിയാൻ പറ്റൂ. ഞാൻ സിമ്പിളായിട്ട് പറയാം. ഗീത അഞ്ജലിയെ സ്നേഹിച്ചു, അഞ്ജലി ഗീതയെ സ്നേഹിച്ചു. പ്ലീസ് കുഴപ്പമുണ്ടാക്കരുത് പ്ലീസ്. ഈ തള്ള എന്തെങ്കിലും വാ തുറന്ന് പറഞ്ഞാലേ എനിക്ക് ഇതിന്റെ വാലും തല എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അമ്മച്ചി ശ്രദ്ധിച്ച് കേൾക്കണേ. മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ഗീത അനൂപിനെ സ്നേഹിച്ചിരുന്നെന്നും അത് അഞ്ജലിക്ക് അറിയില്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് അഞ്ജലി അനൂപിനെ സ്നേഹിച്ചതെന്നും അഞ്ജലി അനൂപിനെ സ്നേഹിച്ചതും അനൂപ് അഞ്ജലിയെ സ്നേഹിക്കുന്നതും ഗീത അറിഞ്ഞപ്പോൾ അഞ്ജലിയോട് അനൂപിനുള്ള സ്നേഹവും ഗീതയ്ക്ക് അനൂപിനുള്ള സ്നേഹവും അനൂപിന് ഗീതയോടല്ലാതെ അഞ്ജലിയോടുള്ള സ്നേഹവും തമ്മിൽ തട്ടി തകർന്ന കാര്യം അഞ്ജലിയും ഗീതയും തമ്മിൽ തെറ്റുന്നതിനും അമ്മച്ചിക്ക് അറിയാമായിരുന്നു എന്നാണ് എനിക്കറിയേണ്ടത്. അതായത് അഞ്ജലിയും ഗീതയും തമ്മിൽ അവര് അനൂപിനെ സ്നേഹിച്ചവരും തെറ്റിപ്പിരിയണതിന് മുമ്പ് അമ്മച്ചിക്ക് അറിയായിരുന്നു. അതങ്ങനെ ചോദിച്ചാ പോരെ? അമ്മച്ചിക്ക് ഒരു മാങ്ങാത്തൊലിയും മനസ്സിലായിട്ടില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മൾ ബോധമില്ലാത്തവരോട് സംസാരിക്കും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. അപ്പോഴേ അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ടാണല്ലോ അമ്മച്ചിക്ക് എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായത്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ചോദിച്ചോട്ടെ? എന്ത്? ഇയാൾ ഈ പ്രാന്തന്മാർക്കുള്ള ഗുളിക മരുന്നും ഒക്കെ കുറിച്ച് കൊടുക്കുന്ന ഡോക്ടർ ആണോ? ആണെങ്കിൽ എങ്കിൽ അതിൽ നിന്നൊരു 5-6 ഗുളിക എടുത്ത് വിഴുങ്ങ്. എന്നിട്ട് ഈ വെള്ളവും കുടിക്ക്. പ്രാന്തുള്ളവരുടെ ഭ്രാന്ത് മാറ്റാൻ കുറെ പ്രാന്തന്മാർ വന്നിട്ട് പ്രാന്തില്ലാത്തവരെയും കൂടെ പ്രാന്തന്മാരാക്കും. ഭ്രാന്ത. അമ്മജി ഞാൻ പിന്നെ വരാം. ഇതുപോലുള്ള ശല്യങ്ങളില്ലാത്തപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് മാറ്ററുകളുണ്ട്. ഞാൻ വരാം.